പൈവളികെ അക്ദർ നഗറിലും വാഹനാപകടം. നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷ ഇടിച്ചു തെറിപ്പിച്ച ശേഷം മറിഞ്ഞ ലോറിയിലെ തടികൾ വീടിന് മുകളിലേക്ക് വീണു. തലനാരിഴയ്ക്കാണ് ദുരന്തം ഒഴിവായത്. അപകടത്തിന്റെ CCTV ദൃശ്യവും പുറത്തുവന്നു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിയോടെ മലയോര ഹൈവേയിലായിരുന്നു അപകടം. ചേവാർ ഭാഗത്തു നിന്നും പൈവളിക ഭാഗത്തേക്ക് മരത്തടികൾ കയറ്റി വരികയായിരുന്ന ലോറിയാണ് അക്ദർ നഗറിലെത്തിയപ്പോൾ അപകടത്തിൽപ്പെട്ടത്. ലോറിയുടെ വരവിൽ അപാകത തോന്നിയതിനെ തുടർന്ന് എതിര് വരികയായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ വേഗത കുറച്ച് അരികിൽ ഒതുക്കി നിർത്തിയിരുന്നു. എന്നാൽ അമിത വേഗതയിൽ നിയന്ത്രണം വിട്ടെത്തിയ ലോറി ഈ ഓട്ടോറിക്ഷയെയും ഇടിച്ചു തെറിപ്പിച്ചാണ് മറിഞ്ഞത്. ഇതിന്റെ നടുക്കുന്ന CCTV ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. ലോറിയിലുണ്ടായിരുന്ന മരത്തടികൾ മുഴുവനും തൊട്ടു താഴെയുണ്ടായിരുന്ന വീടിന്റെ ഷെഡിന് മുകളിലേക്ക് പതിച്ചു. ഇതേ തുടർന്ന് ഷെഡിന്റെ മേൽക്കൂര മാത്രമല്ല തറയും ചുറ്റുമതിലുമെല്ലാം തകർന്നു. സമീപത്തുണ്ടായിരുന്ന കുട്ടികൾ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അതേസമയം ലോറി ഡ്രൈവർക്കും ഓട്ടോ ഡ്രൈവർക്കും ഇതിലുണ്ടായിരുന്ന കുട്ടികൾക്കും സാരമായി പരിക്കേറ്റു. ഇവരെ മംഗലാപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടമുണ്ടാക്കിയ ഞെട്ടൽ പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ലെങ്കിലും തലനാരിയുടെ വ്യത്യാസത്തിൽ ദുരന്തം വഴിമാറിയതിന്റെ ആശ്വാസത്തിലാണ് വീട്ടുടമയായ അബൂബക്കർ. വ്യാപാറിന് പൈവളിക്ക് പോകുന്ന വണ്ടി, ഓൻ്റെ ഈ വണ്ടി മറ്റേ ലോറി വണ്ടി വരുന്ന കണ്ടിട്ട് ഓൻ സൈഡിലേക്ക് പോയി. ഓനെ അടിച്ചുകൊണ്ട് പോയിട്ട് വണ്ടി വലിയ വണ്ടി പൾട്ടിയായി. എന്നിട്ട് ഇതിൽ രണ്ടത്തെ കുഞ്ഞുണ്ടായി പുള്ളർ. ഓർക്ക് കുറഞ്ഞ അടിയാന്, ഓട്ടോക്കാരന് നല്ല അടിയുണ്ട് കാൾക്ക്. ആ സമയത്തിന് ഈ നോമ്പ് ഇറക്കുന്ന ടൈമായി കൊണ്ടുവരുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം താഴെ വീട്ടിലേക്ക് പോയി. ഇവിടെ വലിയ ആളാരുമില്ല. ആടുന്ന് ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് ഓരെല്ലാം ഓടിക്കൊണ്ടുവന്നത്. ഇല്ലെങ്കിൽ ഇവിടെ പുള്ളിയുടെ കളിക്കുന്ന സ്ഥലമാണ്. പെണ്ണുങ്ങൾ കാലമെടുക്കാവുന്നതും തുണിപ്പ നനക്കുന്ന എല്ലാ സ്ഥലം അത്. ഏതായാലും ഇന്ന് കുറച്ച് ഇത്തേക്കാത്ത വലിയ ഭാഗ്യമാണ്. വിവരമറിഞ്ഞ് നിരവധി ആളുകൾ സ്ഥലത്തെത്തി. ഷെഡും മറ്റും തകർന്നതുമൂലം ഏതാണ്ട് 1.5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കണക്കാക്കുന്നത്. ഇക്കാര്യത്തിൽ മതിയായ പരിഹാരവും തീരുമാനവും കൈക്കൊള്ളാതെ ലോറി കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന നിലപാടിലുമാണ് വീട്ടുടമ. അപ്പോൾ ഇപ്പം ഞങ്ങൾ പറയാൻ പോകുന്നതിനല്ലെങ്കിൽ ആ വണ്ടി എടുക്കണമെങ്കിൽ ഇതിൻ്റെ പരിഹാരം ഓട്ടോൻ്റെതും ഈ സ്ഥലത്തിൻ്റെതായിട്ട് തീരണം. എന്നതിൻ്റെ ശേഷം വണ്ടി എടുക്കാൻ പറ്റും. വീട്ടുകാർക്ക് വലിയ തോതിലുള്ള പ്രയാസം സൃഷ്ടിക്കും വിധം സ്ഥലത്ത് ചിന്നിച്ചിതറിക്കിടന്നിരുന്ന മരത്തടികളെല്ലാം ബന്ധപ്പെട്ടവർ തൊഴിലാളികളെ എത്തിച്ച് മറ്റൊരു ലോറിയിലേക്ക് മാറ്റി കൊണ്ടുപോയിരുന്നു. റോഡിന്റെ പാർശ്വഭിത്തി നിർമ്മാണത്തിലെ അപാകതയും അതോടൊപ്പം തന്നെ മതിയായ ബാരിക്കേഡുകൾ ഇല്ലാത്തതുമാണ് ഈ ഭാഗത്ത് അപകടങ്ങൾ തുടർക്കഥയാകാൻ കാരണമെന്നാണ് അബൂബക്കറും ഒപ്പം പ്രദേശവാസികളും പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.